നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ചൊരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്, നോക്കട്ടെ. അയ്യോ, 22 ഡേറ്റില്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്, യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലം വഴിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സോനന്ത, ജൈവ കൃഷിക്ക് സോനന്ത, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സോനന്ത, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സോനന്ത. ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല, ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ, കഴിച്ചോ. എനിക്ക് സങ്കടം കക്കൂസ് പോയിട്ടോ. നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്, ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ക്ഷമിക്കണം, അകത്ത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകളെ മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ. ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ. എന്നിട്ട് ഞാൻ വിളിച്ചു 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷെ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടാവുള്ളൂ. നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയാം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിചലിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? ആ പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരുമാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ള നിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ പാരയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതിയില്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന വിതരണം, മറ്റേ തോട്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ പെട്ടിരിക്കുന്ന പാവാടുള്ള കഴിഞ്ഞ വെള്ളത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ടം വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെന്തെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ. അയ്യോ, അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പോടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പപ്പടത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോട്ടെ എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കണ്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുട്ടി വെക്കാം. നീയല്ലേ നിക്കടിക്കുമ്പോ ആരെ കൂടെ കൊടുത്തിട്ടുള്ള അല്ലേ? ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണമെന്നറിയാമോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, പത്രം, പാല്, ജനം, അമ്മായപ്പൻ, ദിംതരികിടത്തം, ചിത്രം, വിചിത്രം, തിരുവ, എതിർവ, ആരൊക്കെ? പേടിയുള്ള ഒരാളെ തിരുവനന്തപുരത്ത് പോയി അടിമേടിച്ചതെന്ന് പറഞ്ഞ പപ്പ ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധി ജയന്തി, പപ്പയ്ക്ക് പുച്ഛിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ കേപ്പി? ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ട്രിക്കല്ലേ വാവേ. പാർട്ടി പ്രവർത്തനം, ഗുണ്ടായിസ് വന്ന് വിശ്വസിച്ചെടുക്കുന്ന നിന്റെ അച്ഛന് ന്യൂ ജനറേഷൻ ട്രിക്ക് അറിയോ? പാർട്ടിയുടെ എന്തെങ്കിലും അറിയോ? കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സുനന്ദ ചേച്ചിയുടെ ട്രിക്ക് കണ്ടുപിടിക്കേ. സുനന്ദ 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 ഒടുക്കല്ലേ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന പപ്പ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. പപ്പന്മാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അയാളാണെങ്കിൽ വാട്സപ്പ് ഉണ്ടോ മെസ്സഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു പിറകെ നടക്കുക. നാശം. നീ വിഷമിക്കാതെ, അവനുള്ള ആപ്പ് ഞാൻ കൊടുത്തോളാം. ഈ ലീഡർ കെ പി പഞ്ചായത്ത് മെമ്പർ ആയാൽ ആ സ്പോട്ടിൽ കല്യാണം. ഇതൊരു രാഷ്ട്രീയക്കാരന്റെ വാക്കല്ല, ഒരു കാമുകന്റെ വാക്കാണ്. ഇപ്പൊ തന്നെ വാക്കു മാറിയല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു മെമ്പറായോ? എന്റെ പൊന്നലില്ല, നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്നാലേ വളരുള്ളൂ.
നീ ഇനി അധികം വളരണ്ട കേട്ടോ. കീർത്തി തിച്ചില്ലേ ഭാവി നൊന്തു. അയ്യോ പാപ്പ പപ്പ എന്താ ഈ വഴി? അയ്യോ പപ്പേ, നീ എന്താണ് ഇവിടെ? നീ ഇവിടെ വീട്ടിൽ പോടി. ചേട്ടോ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് തരുമോ? അത്യാവശ്യം ഉണ്ടായിരുന്നു. വേഗം ഒരു ലിഫ്റ്റോ? ഇതിനകത്തോ? ഞാൻ കേറിയിട്ട് ഒരാഴ്ച എങ്ങനെ നിർത്തണ്ട, നേരെ വിട്ടോ. വാ വാ, വട്ടത്തി ചവിട്ടി നീളത്തി പോര്. വാ നേരെ പോര് സാർ. നേരെ നോക്കി ചവിട്ട് താഴെ വീഴും. ആ വീട്ടില് തറുതൽ സർവത്ത് സെറ്റ് ചെയ്ത്. എന്താ സുഖല്ലേ സാറേ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു. കിതപ്പൊന്നുമില്ലല്ലോ. വാ എന്തൊരു നേരെ വീട്ടിൽ. വാ ചവിട്ടി വിട്. കയറണേ, റോഡ് ബ്ലോക്കാവോ? പണ്ട് കോളേജിൽ ഇതേത് വകുപ്പെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്നലെ തല്ലിവരുന്നും ഇന്ന് എല്ലാം ഉള്ള ആരാ കളിക്കുന്നേ? ഹലോ ചേട്ടാ, ചേട്ടാ ഇത് കൂടി. ഏയ് ഇത് കൊണ്ടുവന്നേ. എന്താ ഇത്? ഇത് നമ്മുടെ എവിടെയാണല്ലോ. നിർത്തിയേ 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 മാറിന്ന്. ഞാനാണ് ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി. വെറുതെ ഷോ കാണിക്കാൻ നിൽക്കരുത്. ഇമാരുടെ നീല കീർത്തുണി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചെങ്കോട്ട അങ്ങനെ തന്നെ നിൽക്കും. എന്നാലും ബാബുരാജ വന്നവന്മാര് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി. ഇമാരെ കെട്ടട്ടെ, എവിടം വരെ പോകുന്ന നോക്കാം. അയ്യോ പ്രിൻസിപ്പൽ തൽക്കാലം പിരിഞ്ഞു പോയിക്കോ. എവിടെ? അച്ഛാ ദാ. മോനെ എന്തു പറ്റിയടാ? ഇതാരാ ചെയ്തേ? അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ചേച്ചി, കോളേജിൽ വെച്ച് ശരിയാവും. രാഷ്ട്രീയത്തിൽ തല്ലുകൊള്ളുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ നല്ലതാ, വളരും. നീ രാഷ്ട്രീയത്തിലേക്ക് വലതുകാലം വെച്ച് കയറി കഴിഞ്ഞു. വേണ്ട വേണ്ട, നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് ഈ രാഷ്ട്രീയം കാരണം. ഇനി നീ കൂടി അതിൽ പോണ്ട. ജീവിതമാണ്, മനസമാധാനമാണ് വലുത്. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. സമരമാണോ? കൊടികെട്ടിയതിനായിരുന്നല്ലേ? ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, കുഴപ്പമൊന്നും. ഇതിവിടെ തൂക്കിയിടുന്നല്ലേ അളിയാ? സുഖല്ലേ? ഭയങ്കര ഫാനാണ് ചേച്ചി. എന്തായിരുന്നു ചേച്ചിയുണ്ട്, അപ്പുറത്തെ അച്ഛനാണ്. ഓട്ടോഗ്രാഫ് തോന്നുന്നു ചേച്ചി.